യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് മഞ്ജു, ഇതെൻ്റെ കുടുംബം. ഞങ്ങൾ മൂവാറ്റുപുഴ അടുത്തുള്ള വീട്ടൂർ സെൻറ്റ് മേരീസ് യാക്കോബിറ്റ് സുറിയാനി ചർച്ച് ഇടവക അംഗങ്ങളാണ്. ഞങ്ങൾ ഒമാനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2017 ആദ്യമായിട്ട് ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫുമാണ് എനിക്ക് പറഞ്ഞു തന്നത്. ആ സമയത്ത് എൻ്റെ കഴുത്തിൽ ഇച്ചിരി വീർത്തിരിക്കുന്നതുകൊണ്ട് എല്ലാവരും തൈറോയിഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നേഴ്സായിട്ടാണ് ഒമാനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ സ്കാൻ ചെയ്തപ്പം ചെറിയ നൊഡ്യൂൾസ് കണ്ടു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു, FNAC ചെയ്തു. അതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നീട് അവർ പറഞ്ഞു, ഇത് റിമൂവ് ചെയ്തിട്ട് ഹിസ്റ്റോപത്തോളജിക്ക് വിട്ടാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വൈകുന്നേരം ആയിപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ അൾട്രാസൗണ്ട് ചെയ്തിട്ടില്ലല്ലോ, നമുക്കിവിടെ ഒന്നുകൂടെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയിട്ട് സർജറിനെ കുറിച്ച് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ആ നൊഡ്യൂൾസിലെ ഫുൾ വാട്ടറും പോയിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, ഇനി അത് വലുതാകുവാണെങ്കിൽ മാത്രം സർജറിനെ കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ 6 മാസം കൂടുമ്പോഴും തൈറോയിഡ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുവരെ ഞാൻ 6 മന്ത് ഇടവിട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ അത് വലുതാവും ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് അടുത്ത സാക്ഷി എന്ന് പറയുന്നത് 2020 എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഈ വിൻ്റർ സീസണിൽ എല്ലാവർക്കും ഫ്ലൂ വരുന്നത് ഒരു പതിവാണ്. അങ്ങനെ കുട്ടികൾക്ക് ഫസ്റ്റ് പനി വന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനും പനി വന്നു. പനി വന്നപ്പോൾ ഞാൻ പാരസെറ്റമോളും സിറപ്പ് ഐബുജസിക് പ്ലസും കൂടി കൊടുത്തു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയി. ഹസ്ബൻഡിന് വോമിറ്റിംഗ് തുടങ്ങി. അടുത്തുള്ള ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ ഒരു മലയാളി ഡോക്ടറുണ്ട്, അവിടെ പോയി കണ്ടു. അവർ ഫ്ലൂ ആണെന്ന് വിചാരിച്ച് മെഡിസിൻ കൊടുത്തു വിട്ടു. രാത്രിയായപ്പോൾ വീണ്ടും വോമിറ്റിംഗ് കൂടി, പിന്നെ എപ്പിഗ്യാസ്ട്രിക് പെയിൻ പോലെ തോന്നി. അപ്പോൾ അവർ ECG എടുത്തു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ECG നോർമലാണ്, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ക്ലിനിക്കെല്ലാം അടച്ച് ഡോക്ടർ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം ഡോക്ടറിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറിൻ്റെ മനസ്സിലോട്ട് ECG ആണ് വരുന്നത്. അങ്ങനെ ഡോക്ടറിൻ്റെ ഫ്രണ്ട് കാർഡിയോളജിസ്റ്റായിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡോക്ടർക്ക് ഇത് അയച്ചു കൊടുത്ു. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ 12:30 പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഡോക്ടർ കറക്റ്റായിട്ട് അത് കാണുകയും ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ ആളെ CCUവിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ CCUവിൽ എൻ്റെ ഹസ്ബൻഡിനെ അഡ്മിറ്റാക്കി. പിറ്റേത് അങ്ങനെ 30 മിനിറ്റ്സ് ഇടവിട്ട് ECGയും കണ്ടിന്യൂസ് ECG മോണിറ്ററിങ്ങും ചെയ്തുകൊണ്ടിരുന്നു. രാവിലെ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ബ്രുഗാഡോ സിൻഡ്രം എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. അതായത് നമ്മുടെ ഹാർട്ട് കൂടുതലായിട്ട് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങും. ഒരു 212, 218, 280 വരെ ഹാർട്ട് റേറ്റ് കാണിക്കും. അങ്ങനെ ഇടിച്ചിടിച്ച് ലാസ്റ്റ് ഹാർട്ട് നിന്നു പോകുന്ന ഒരവസ്ഥ ഇതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഒന്നും പറ്റാതെ ആ സമയത്ത് ദൈവം കാത്തു സൂക്ഷിച്ചു. ഹസ്ബൻഡ് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഉപവാസം എടുക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് കാത്തത് എന്ന് വിശ്വസിക്കുന്നു. അവരെല്ലാവരും ECG വരെ എടുത്തു വെച്ചു. കാരണം ലൈവായിട്ടൊരു ബ്രുഗാഡോ സിൻഡ്രം പേഷ്യൻ്റ് ECG അവരാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരതെല്ലാം ഫോട്ടോ എടുത്തു വെച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ പോയി ഒന്നുകൂടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു. ECG എടുത്തു. പക്ഷേ അതിന് ശേഷമുള്ള ഒരു ECGയിൽ ഇത് കാണിച്ചിട്ടില്ല. പക്ഷേ ചേട്ടൻ്റെ അനിയൻ അതിന് 2018 പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ്, ഇതുപോലെ ഇങ്ങനെ വെൻട്രിക്കുലർ ടക്കിക്കാർഡിയ എന്ന് പറയും, ഇങ്ങനെ ഹാർട്ട് റേറ്റ് കൂടുതലായിട്ട് ഇടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ സഡൻ ഡെത്ത് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഒരു ഡിവൈസ് വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ICD ചേട്ടന് വെച്ചു. ആ സമയത്ത് അതിനുശേഷം ഞങ്ങൾ ഒമാനിലോട്ട് തിരിച്ചു പോയി.
പിന്നീട് 2021 എൻ്റെ ബ്രദറിൻ്റെ വൈഫ് വീണ്ടും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് OET പാസ്സായി. അവൾ UK പോയി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും മാതാവ് സാധിച്ചു തന്നു. ഞങ്ങളുടെ വീട്ട് നമ്പർ കിട്ടാൻ പാടായിരുന്നു. അതുപോലെ ഹൗസ് വാമിങ് എന്ത് ചെയ്താൽ നടത്താൻ പറ്റുന്നില്ലായിരുന്നു. അതെല്ലാം മാതാവ് നടത്തി തന്നു. OET എന്ന ഒരു ഇതൊഴികെ ബാക്കിയെല്ലാം മാതാവ് എനിക്ക് നടത്തി തന്നു. ഞാൻ OET എഴുതി, ക്ലാസ്സിലെല്ലാം നല്ല സ്കോറുണ്ട്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രം 10 മാർക്ക് പോയി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പറഞ്ഞു, നീ ഒന്നുകൂടെ റിവാലുവേഷന് കൊടുക്കാൻ, നിനക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തെങ്കിലും എനിക്ക് കിട്ടിയില്ല. 340 തന്നെ കിട്ടിയുള്ളൂ. പിന്നീട് അവർ പറഞ്ഞു, അപ്പീലിന് പോകാം, നീ നന്നായിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പീലിന് പോകുന്നില്ലെന്ന്. പക്ഷെ ഒത്തിരി വിഷമമായി. നന്നായിട്ട് ചെയ്യുന്നതായിരുന്നു ഞാൻ. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 3-4 പ്രാവശ്യം എഴുതി. പക്ഷേ ഈ 2 എണ്ണം എനിക്ക് എന്ത് ചെയ്താൽ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ 2022 നാട്ടിൽ വന്നു. നാട്ടിൽ ചേട്ടൻ എന്നേക്കാളും മുന്നേ വെക്കേഷന് വന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇവിടെ വന്ന് ഒരു തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ചേട്ടൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. എങ്കിലും ചേട്ടൻ ആ ക്ലാസ് ശ്രദ്ധിക്കുകയോ, പോകുന്ന വഴിയും വരുന്ന വഴിയെല്ലാം ഇങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ട് കെയർലെസ് ആയിട്ടാണ് വന്ന് എടുത്തിട്ട് പോയത്. അച്ഛൻ ഒത്തിരി ടോക്കിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വെറുതെ ആലപ്പുഴ വന്ന് പണി വാങ്ങിക്കരുതെന്ന്. അതുപോലെ തന്നെ ചേട്ടൻ ഇങ്ങനെ ഇവിടെ വന്നിട്ട് പോയി. മെയ് 22 വന്നത്. മെയ് 25 ആയപ്പോൾ ചേട്ടൻ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജൂൺ 9 തിരിച്ചു പോയി ഒമാനിലോട്ട്. ഒക്ടോബർ 10 എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. പക്ഷേ മാതാവ് ഒത്തിരി സംരക്ഷിച്ചു ഞങ്ങളെ. ആ നൈറ്റ് മാറ്റി എനിക്കൊരു BLS കോഴ്സ് അന്ന് അറേഞ്ച് ചെയ്ത് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട BLS കോഴ്സ് എന്ന്. പക്ഷേ എൻ്റെ ഇൻചാർജ് പറഞ്ഞു, നീ BLS ചെയ്യ്, നീ നൈറ്റിന് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് BLS ചെയ്തു. നൈറ്റിന് പോയില്ല. ആ നൈറ്റ് അന്ന് രാത്രി 1 AM ചേട്ടന് ഷോക്ക് കിട്ടി ഈ ICD മെഷീനിൽ നിന്ന്. അങ്ങനെ ഒരു 48 പ്രാവശ്യം ചേട്ടന് ഷോക്ക് കിട്ടി. പെട്ടെന്ന് ഞങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഇത് ചേട്ടൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല, ആ മെഷീൻ്റെ മാൽഫങ്ഷൻ കൊണ്ട് കിട്ടിയതാണെന്ന്. എന്നിട്ട് വേഗം തന്നെ ഒരു മാഗ്നറ്റ് വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അവിടെ മെഷീൻ ഇല്ലായിരുന്നു എൻ്റെ ഹോസ്പിറ്റലിൽ. ഞാൻ മസ്കറ്റിൽ നിന്ന് ദുബായിക്ക് പോകുന്ന വഴി 500 കിലോമീറ്റർ വരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട്. മസ്കറ്റിൽ മാത്രമേ അതിൻ്റെ മെഷീനുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മസ്കറ്റിൽ പോയി അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടന് മസ്കറ്റ് വരെ പോകാൻ പറ്റത്തില്ല. കാരണം ഈ മാഗ്നറ്റ് മാറുമ്പോൾ വീണ്ടും ഷോക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങനെ വിശ്വാസം കുറവായിരുന്നു കൃപാസന മാതാവിൽ. പക്ഷേ മോർണിംഗ് ആയപ്പോൾ കൃപാസന മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് ചേട്ടനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് മസ്കറ്റിനൊന്നും പോകേണ്ട വരത്തില്ല, ഡോക്ടറും മെഷീനുമായിട്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണിയായപ്പോൾ ഞങ്ങളുടെ മെയിൻ ഡോക്ടറെ വിളിച്ചപ്പം ആ ഡോക്ടർ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെയുണ്ട്. അങ്ങനെ ആ ഡോക്ടറും മെഷീനുമായിട്ട് വന്ന് ചേട്ടൻ്റെ അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞു വേണമെങ്കിൽ ഇങ്ങനെ ലീഡിനൊരു ക്രാക്ക് സംഭവിച്ചതാണ്, അത് മെയ് 25 സംഭവിച്ചത്. അത് പിന്നീട് പ്രോഗ്രസ് ചെയ്ത് ഒക്ടോബർ 10 ആയപ്പോഴത്തേക്കും ഷോക്ക് കിട്ടിയതാണ്. നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ വെച്ചെടുത്ത് പോയി ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ തന്നെ അത് ചേഞ്ച് ചെയ്തു. നവംബർ 15 ഞാൻ തിരിച്ച് ഒമാനിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ 8 വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടിയിൽ ഞാൻ വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പൂർണ്ണ ആരോഗ്യവും എൻ്റെ OET ഒന്നുകൂടി എനിക്ക് എഴുതണമെന്നൊരു ആഗ്രഹം തോന്നി. അതിനുവേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു. ഇവിടെ വന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് ഞാൻ മാർച്ച് 25, 2023 എഴുതാൻ വേണ്ടിയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ എൻ്റെ മനസ്സിലോട്ട് വരുന്നത് മാർച്ച് 25 എന്ന് പറഞ്ഞൊരു ഡേറ്റാണ്. ഞാൻ 2023 2024 എല്ലാം നോക്കി. മാർച്ച് 25 അങ്ങനെ ഒരു എക്സാം ഡേറ്റ് ഇല്ല. പിന്നീട് ഞാൻ എല്ലാത്തിനും 4B എന്നാണ് എഴുതിയെങ്കിലും എപ്പോഴും എനിക്ക് മനസ്സിലോട്ട് വരുന്നത് ന്യൂസിലാൻഡ് എന്നാണ്.
അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഒമാനിന് തിരിച്ചു പോയി. ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മഞ്ജു ഇങ്ങനെ 1 ഇയറിനുള്ളിൽ OET സ്കോറുള്ളവർക്ക് നമുക്ക് ക്ലബ് ചെയ്ത് ന്യൂസിലൻഡിന് പോകാം, ഏജൻസിയുടെ നമ്പറും തന്നു, നീ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഞാൻ ഇത് എഴുതിയത് 2 ID-യിലായിരുന്നു. എന്നിരുന്നാൽ പോലും ആ ഏജൻസിക്കാർ പറഞ്ഞു, കുഴപ്പമില്ല, പാസ്പോർട്ട് നമ്പർ ഒന്നല്ലേ, അതുകൊണ്ട് നിനക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം മാർച്ച് വിസ വന്നു. ഞാൻ ആരോടും വിസ വന്നത് പറഞ്ഞിട്ടില്ല. മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വിസ വന്നത് എല്ലാവരോടും പറയുള്ളൂ എന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വിസ വന്നത്. മാർച്ച് 20-ക്ക് ഞങ്ങൾ ന്യൂസിലൻഡിന് പോകുകയാണ്. മാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ ഇത് കൂടാതെ ഒത്തിരി OET എഴുതാതെ തന്നെ എൻ്റെ എഴുതിയ സ്കോർ വെച്ച് തന്നെ എനിക്ക് പോകാൻ പറ്റി. പിന്നീട് എനിക്ക് OET എഴുതേണ്ട വന്നില്ല. അതുകൂടാതെ ഒത്തിരി ഒത്തിരി വലുതും ചെറുതുമായ അനുഭവങ്ങൾ ഉടമ്പടി തൈലം വഴിയും ഉടമ്പടി ഉപ്പ് വഴിയും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴും കാശുരൂപം വെച്ച് ഒത്തിരി പേഷ്യൻസിനെ പ്രാർത്ഥിച്ച് അവർ വെൻറ്റിലേറ്ററിൽ നിന്ന് ഔട്ടാവുകയും റൂമിലോട്ട് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് എൻ്റെ സാക്ഷ്യം കേട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും യേശുവപ്പച്ചനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പത്രം വാങ്ങിച്ചിട്ട് പോയി. അത് ഞാൻ ഇവിടെയും ഒമാനിലും കൊടുത്തു. അതിനുശേഷം ഒക്ടോബർ 10-ന് ഞാനൊരു 10 days വെക്കേഷൻ ഇവിടെ വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ ഡയറക്റ്റ് ഇവിടേക്കാണ് വന്നത്. അങ്ങനെ ഇവിടുന്ന് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് പോയി ഹോസ്പിറ്റലിൽ കൊടുത്തു. ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അവിടെ മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പത്രവും ഫുഡും രോഗികൾക്ക് വേണ്ടി കൊടുത്തു. അതുകൂടാതെ ഞങ്ങൾ എപ്പോഴും തന്നെ ഇങ്ങനെ നാട്ടിൽ വരുമ്പം അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കുകയും പാവപ്പെട്ട രോഗികളെയൊക്കെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് അങ്ങനെ സഹായിക്കാനേ പറ്റത്തുള്ളൂ. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പൈസ കൊണ്ട് സഹായിക്കാറുണ്ട്. പിന്നെ പത്രം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പം പത്രം വാങ്ങിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടുപോയി കൊടുത്തായിരുന്നു. പിന്നെ അവിടെയാണെങ്കിൽ ഒത്തിരി പേരിങ്ങനെ ഭക്ഷണമൊക്കെ കോവിഡ് ടൈമിലൊക്കെ ജോലിയില്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ വിഷമിക്കുന്നവർക്കൊക്കെ നമ്മൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ബൈബിൾ വായിക്കും. ഞങ്ങളെല്ലാവരും 1/2 an hour ബൈബിൾ വായിക്കാം. പിന്നെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട്. എന്നിരുന്നാലും ഉടമ്പടി എടുത്തതിന് ശേഷം അത് കൂടുതൽ ആഴപ്പെട്ടു. പിന്നെ ഞങ്ങൾ ജാക്കബറ്റ് വിശ്വാസികളാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുർബാന നമുക്കില്ല. അവിടെ ഫ്രൈഡേ ആണുള്ളത്. എല്ലാ ഫ്രൈഡേയും നമ്മൾ കുർബാനയ്ക്ക് പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ജപമാല ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ജപമാല ചൊല്ലാനായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി എനിക്ക് പുസ്തകം തന്നു. ഇപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇപ്പം പുസ്തകം നോക്കിയാണ്. എന്നിരുന്നാലും ഞങ്ങൾ ജപമാല ചൊല്ലുന്നുണ്ട്. എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ട്. ഇനിയും മുന്നോട്ട് ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മ മാതാവിന് യേശു അപ്പച്ചനും കോടാനുകോടി നന്ദി.